my dear +1 students. അപ്പോൾ നമ്മുടെ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ കുറച്ച് കുഴപ്പമുള്ള ചാപ്റ്റർ അല്ലേ. ഇനി നമ്പർ ഫോർമേഷൻ. ഓക്കെ, നിങ്ങൾക്ക് ഒരു 5 നമ്പർ തരും, 10 നമ്പർ തരും, എന്നിട്ട് നിങ്ങളോട് പറയാണ് ഈ ഡിജിറ്റ് 4 ഡിജിറ്റ് നമ്പർ എത്ര എണ്ണം ഫോം ചെയ്യാം, റിപ്പിറ്റേഷൻ ഉണ്ടെങ്കിൽ റിപ്പിറ്റേഷൻ ഇല്ലെങ്കിൽ ഷുവറായി ചോദിക്കുന്ന ക്വസ്റ്റനാണ്. ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇതൊക്കെ പഠിപ്പിച്ചു തരാമെന്ന് ഈ ക്വസ്റ്റൻ ചെയ്യാം അവസാനമാകുമ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ സിമ്പിളായിട്ട് എല്ലാം ചെയ്യാൻ പറ്റും. എങ്ങനെ ചോദിച്ചാൽ നിങ്ങൾ ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്പർ ഫോർമേഷൻ ഞാൻ പഠിപ്പിക്കും. ബൈനോമിയൽ തിയറത്തിനൊക്കെ വീഡിയോ വരുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഏത് ടോപ്പിക്കിനെ വേണമെന്ന് ഇപ്പം തന്നെ കമൻറ്റ് ചെയ്യാം. കമൻറ്റ് ചെയ്താൽ എല്ലാവർക്കും അറിയും, ലൈക്ക് ചെയ്യുക, എന്നാൽ ഞാൻ നിങ്ങൾക്ക് കൂടുതൽ വീഡിയോസ് ഉണ്ടാക്കി തരാം. വളരെ സിമ്പിളാണ്. എന്തൊരു ആൻസർ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഈ വീഡിയോ ആയിട്ട്. ഓക്കെ, എല്ലാ ദിവസവും 7:30 ലൈവ്, ആ കാര്യം മറക്കരുത്. ഹൗ മെനി 3 ഡിജിറ്റ് 3 അക്ക സംഖ്യകൾ എത്ര എണ്ണം ഉണ്ടാക്കാൻ പറ്റുന്ന നമുക്ക് 1 2 3 4 5 തന്നു. നിങ്ങൾക്ക് എത്ര ഡിജിറ്റ്സ് ആണ് വേണ്ടത്? സോ ഇത് നമുക്ക് 2 അപ്രോച്ചിൽ ചെയ്യാം. NPR ഫോർമുല വെച്ചിട്ട്, പെർമ്യൂട്ടേഷൻ ഫോർമുല വെച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരെ ലോജിക് ഉപയോഗിച്ചിട്ട് ചെയ്യാം. നിങ്ങളിതാ എത്ര ഡിജിറ്റ് വേണം? 3 ഡിജിറ്റ് വേണം. അപ്പോൾ നിങ്ങളൊരു പെട്ടി വരയ്ക്കുന്നു. അതായത് നിങ്ങൾ 3 പെട്ടികൾ വേണം, 3 ഡിജിറ്റ് വേണം. അപ്പം നിങ്ങളുടെ കയ്യിൽ എത്ര ആൾക്കാരുണ്ട്? 1 2 3 4 5. ഓക്കെ, നിങ്ങളോട് 5 അക്ക സംഖ്യ ഉണ്ടാക്കുക. 5 അക്ക തന്നു, 5 ഡിജിറ്റ് തന്നു, 3 ഡിജിറ്റ്സ് ഫില്ല് ചെയ്താൽ മതി. ഇനി നിങ്ങൾ ആലോചിക്കേണ്ടത് നിങ്ങൾക്ക് എത്ര എണ്ണം ഉണ്ടെന്ന് 1 2 3 4 5 6 എണ്ണല്ല ചെയ്യേണ്ടത്. നിങ്ങൾ നോക്കേണ്ടത്, ഓക്കെ എൻ്റെ 5 ആൾക്കാരുണ്ട്, ഇനി റെപ്പിറ്റേഷൻ ഓഫ് ഡിജിറ്റ്സ് ഇസ് അലൗഡ് എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ 2 ആൻസർ ഉണ്ടാവും ഇതിൻ്റെ. അപ്പോൾ അതിൻ്റെ ഒരു കോപ്പി എടുക്കട്ടെ. നമുക്ക് 2 ആൻസർ ഉണ്ടാവും. ഞാൻ ഇവിടെ പേസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ 2 ആൻസർ ഉണ്ടാവും. ഫസ്റ്റ് ആൻസർ നമുക്ക് ഇവിടെ എഴുതാം. ലെഫ്റ്റിലാണ് ഞാൻ ഫസ്റ്റ് പാർട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് പാർട്ട് ഞാൻ ലെഫ്റ്റിൽ ചെയ്യുമ്പോൾ നമുക്ക് റെപ്പിറ്റേഷൻ ഇസ് അലൗഡ്. അപ്പോൾ ഞാൻ 5 എന്നുള്ള നമ്പർ ഇവിടെ 5 എടുത്തു. പിന്നെ 5 എടുക്കാൻ പറ്റും, 5 എടുക്കാം, പിന്നെ 4 എടുക്കാം, എത്ര വേണം ചെയ്യാം. അപ്പോൾ 4 പറ്റും. അപ്പോൾ കൂടുതൽ ചാൻസ് എടുത്തുണ്ട്. ഓക്കെ, ഇനി ഇങ്ങനെയാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. ആസ് എ മാത്തമാറ്റീഷ്യൻ എങ്ങനെ ആലോചിക്കേണ്ടത്? ഫസ്റ്റ് ബോക്സിൽ എത്ര നമ്പേഴ്സ് ഫില്ല് ചെയ്യാം എൻ്റെ കയ്യിൽ? എൻ്റെ കയ്യിൽ 5 നമ്പർ 1 2 3 4 5. 0 ഇല്ല, 0 ഉണ്ടെങ്കിൽ എക്സെപ്ഷൻ ഉണ്ട്. ഈ പെട്ടിയിൽ എനിക്ക് ഏതൊക്കെ ഇടാം? 1 ഇടാം, 2 ഇടാം, 3 ഇടാം, 4 ഇടാം, 5 ഇടാം. 5 ഓപ്ഷൻ എൻ്റെ കയ്യിലുണ്ട്. ഓക്കെ, 5 ഓപ്ഷൻ ഉണ്ട്. ഇനി എനിക്ക് അടുത്ത പെട്ടിയിൽ എനിക്ക് എത്ര നമ്പർ ഇടാം? എത്ര വേണം ഇടാം? 5 എണ്ണം തന്നെ ഇടാം അല്ലേ? 1 2 3 4 5 അല്ലാണ്ട് വേറെ നമ്പർ ഇടാൻ പറ്റില്ല. 1 2 3 4 5 ഇടാം. എന്താ? റിപ്പിറ്റേഷൻ അലൗഡ് ആയതുകൊണ്ട്. ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ 4 എന്ന് ഉപയോഗിച്ചു. എനിക്ക് ആ 4 ഇവിടെ ഉപയോഗിക്കാൻ പറ്റും. ഡെഫിനറ്റ്ലി 4 ഉപയോഗിക്കാം, 2 ഉപയോഗിക്കാം, 3 ഉപയോഗിക്കാം, ഏത് നമ്പർ വേണേൽ ഉപയോഗിക്കാം. ആരും ഒന്നും പറയാൻ പോകുന്നില്ല. രണ്ടാമത്തെ അതേപോലെ എങ്കിൽ ലാസ്റ്റ് ഡിജിറ്റും അവർ പറഞ്ഞിട്ടില്ല, ഓഡോ ഈവണോ ഒന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് അവിടെ നിന്ന് 5 നമ്പർ ഉപയോഗിക്കാം. ഇനി ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് പറയുന്നുണ്ട്, എനിക്ക് ഈ ഇവന്റ് M രീതിയിലും ഇത് N രീതിയിലും ചെയ്യാൻ പറ്റുമെങ്കിൽ M × N × എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, മൾട്ടിപ്ലിക്കേഷൻ ആണ് വരാം. അപ്പോൾ എനിക്ക് ഇവിടെ എത്ര വരാം? 5 × 5 × 5 which is 5 × 5 × 5 എത്ര മക്കളെ? 125. എനിക്ക് 125 നമ്പറുകൾ ഫോം ചെയ്യാൻ പറ്റും. ഓക്കെ, റെപ്പിറ്റേഷൻ അലൗഡ് ആവുമ്പോൾ നമുക്ക് NPR ഫോർമുല ഉപയോഗിക്കാൻ പറ്റൂല. അതിനൊരു സ്പെഷ്യൽ കേസ് ഉണ്ട്. ഇത് n⁻r എന്ന് വരാം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫോർമുല വരാം. ഈ 5�3 എന്ന് വരാം. ഓക്കെ, 3 ഓപ്ഷൻ ഉണ്ട്, അങ്ങനെയാണ് വരിക. അതാണ് സംഭവം. അപ്പം ഇവിടെ NPR ഫോർമുല ഉപയോഗിക്കുക. സിമ്പിളായിട്ട് നമ്മൾ ലോജിക് ഉപയോഗിച്ച് ഇതും. ഇനി റെപ്പിറ്റേഷൻ ഓഫ് ഡിജിറ്റ്സ് ഇസ് നോട്ട് അലൗഡ്, റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? വീണ്ടും നമ്മുടെ കയ്യിൽ സെയിം നമ്പേഴ്സ് 1 2 3 4 5 ഉണ്ട്. ഓക്കെ, നമ്മൾ ആലോചിക്കുന്ന പറ്റുന്ന നമുക്ക് എന്തൊക്കെ ഓപ്ഷൻ ഉണ്ടെന്നാ. ഫസ്റ്റ് പെട്ടിയിൽ ഞാൻ വീണ്ടും എൻ്റെ കയ്യിൽ 5 നമ്പർ ഉണ്ട്, ഞാൻ 5 എണ്ണം ഇടാനുള്ള സാധ്യതയുണ്ട്. ഞാനിവിടെ 2 എന്നുള്ള നമ്പർ ഇട്ടു. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ 2 വെട്ടാം, മേലെ ഞാൻ 2 വെട്ടി. ഇനി 2 പറ്റൂല. ഇപ്പോൾ എൻ്റെ കയ്യിൽ എത്ര ഉണ്ട്? 4 നമ്പർ ഉള്ളൂ കേട്ടോ. എൻ്റെ കയ്യിൽ 4 നമ്പർ ഉള്ളൂ. അപ്പോൾ 4 നമ്പറിൽ ഏതെങ്കിലും ഉപയോഗിക്കണം. അപ്പോൾ ഞാൻ എന്ത് ഉപയോഗിക്കുന്നു? എനിക്കിവിടെ 4 നമ്പർ ഓപ്ഷൻ ഉള്ളൂ. സങ്കടമായി എനിക്ക് സങ്കടമായി. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? ഞാനിവിടെ 1 ഉപയോഗിച്ചു. അപ്പോൾ ഞാൻ 1ഉം വെട്ടിക്കളയാണ്. എൻ്റെ ഓപ്ഷന് 1ഉം പോയി. അപ്പോൾ എൻ്റെ കയ്യിൽ ബാക്കി 3 ഉള്ളൂ. ഇനി അടുത്ത പെട്ടി ഫില്ല് ചെയ്യാൻ വേണ്ടി എനിക്ക് 3 ഓപ്ഷനുള്ളൂ. റെപ്പിറ്റേഷൻ പോയി, റെപ്പിറ്റേഷൻ പറ്റൂല. അപ്പോൾ ഞാനിവിടെ ഏതെങ്കിലും നമ്പർ ഉപയോഗിക്കുകയാണ്. 3 ഉപയോഗിക്കുക, 3 വെട്ടി പോകുന്നു. ബാക്കി എനിക്ക് എൻ്റെ കയ്യിൽ എത്ര ഉണ്ടെന്ന് വിഷയമല്ല. അപ്പോൾ 5 × 5 × 5 ആണ്, 5 × 4 × 3 ആയി റെപ്പിറ്റേഷൻ കാരണം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ നമുക്കറിയാം ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് പറയുന്നു മൾട്ടിപ്ലിക്കേഷനെ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ പറയുകയാണ് 5 × 4 × 3. 5 × 4 20, 20 × 3 എത്ര മക്കളെ? 60. അപ്പോൾ റെപ്പിറ്റേഷൻ ഒഴിവാക്കിയപ്പോൾ ഈ ആൻസർ 60 ആയി. റിപ്പീറ്റേഷൻ ഉള്ളപ്പോൾ 125 ആണ്. അപ്പോൾ ഇവിടെ 125, ഇവിടെ റെപ്പിറ്റേഷൻ അത് 60. ഇനി ഇതെങ്ങനെയാണ് നമുക്ക് പെർമ്യൂട്ടേഷൻ ഫോർമുല ഉപയോഗിക്കുക? പെർമ്യൂട്ടേഷൻ എല്ലാവർക്കും അറിയാമല്ലോ. എന്താണ്? NPR is equal to n factorial divided by, ഫാക്ടർ ഒന്ന് വൃത്തിയിൽ എഴുതാം, n factorial divided by n - r the whole factorial. ഇതിൻ്റെ അർത്ഥം ഇത്രയും ആൾക്കാർ n ആൾക്കാരിൽ നിന്ന് 6 ആൾക്കാരെ സെലക്ട് ചെയ്യുന്നു, എന്നിട്ട് അവരെ ഓർഡർ മാറ്റർ അറേഞ്ച് ചെയ്യുന്നു. അതാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ എത്ര ആൾക്കാരുണ്ടായിരുന്നു? നമ്മുടെ കയ്യിൽ 5 നമ്പർ ഉണ്ടായിരുന്നു. 3 ആൾക്കാരെ സെലക്ട് ചെയ്താൽ മതി, എന്നിട്ട് ഓർഡർ മാറ്റർ ചെയ്യും. അപ്പോൾ നമുക്ക് 5P, ഓക്കെ എഴുതിക്കോ, 5P3.
അപ്പോൾ 5 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 5 മൈനസ് 3 ദ ഹോൾ ഫാക്ടോറിയൽ. അപ്പോൾ എത്ര വരിക? നിങ്ങൾ കാൽക്കുലേറ്റർ അടിച്ചാൽ മതി. 5 ഫാക്ടോറിയൽ അത് 120 ആണ്, ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ. 120 ഡിവൈഡഡ് ബൈ 2 ഇസ് ഈക്വൽ ടു 60. ഓക്കെ, അപ്പോൾ നമ്പർ ഫോർമേഷൻ റിപ്പീറ്റേഷൻ ഇല്ലെങ്കിൽ പെർമ്യൂട്ടേഷൻ ഉപയോഗിക്കാം. ഈ സംഭവം ഇഷ്ടപ്പെട്ട് മനസ്സിലായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഏതെങ്കിലും ഒരു മെത്തേഡ് ഉപയോഗിക്കുക, രണ്ടും കറക്റ്റാണ്. അവിടെ മാത്രം ലോജിക് ഉപയോഗിക്കുകയാണ് ബെറ്റർ, കാരണം പെർമ്യൂട്ടേഷൻ ഫോർമുല ഉപയോഗിക്കാൻ പറ്റില്ല. ഇനി എക്സാമിന് വന്ന ക്വസ്റ്റ്യൻ ചെയ്യാം. ഹൗ മെനി 4 ഡിജിറ്റ്, നമുക്ക് എത്ര ഡിജിറ്റ് വേണം? 4 ഡിജിറ്റ് നമ്പേഴ്സ് can be formed using 1, 2, 3, 4, 5, 6, 7, 8, 9 if repetition is not allowed. പൊതുവെ repetition allowed അല്ലാത്ത ക്വസ്റ്റ്യൻ ചോദിക്കാറ്. നമുക്ക് 4 ഡിജിറ്റ് ആണ് വേണ്ടത്. ഞാൻ പെട്ടി വരയ്ക്കാണ്. ഓക്കെ, ഒന്ന് ഇതൊരു കട്ടിയില്ലാത്ത പെട്ടി പോയി. ഓക്കെ, 4 ഡിജിറ്റ്സ്, സിമ്പിൾ ക്വസ്റ്റ്യൻ ആട്ടോ. 1, 2, 3, 4. അപ്പോൾ എൻ്റെ കയ്യിൽ എത്ര നമ്പേഴ്സ് ഉണ്ട്? 1 to 9. മക്കളെ 1 to 9 എത്ര നമ്പേഴ്സാ? 1 മുതൽ 9 വരെ എന്ന് പറയുമ്പോൾ 9 നമ്പേഴ്സ് ഉണ്ട്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. 0 മുതലാകുമ്പം ഒരെണ്ണം കൂടും കേട്ടോ. ഇത് 9 ഡിജിറ്റ്സ് ഉണ്ട്. അപ്പോൾ എനിക്ക് ഫസ്റ്റ് പെട്ടിയിൽ എത്ര ഉപയോഗിക്കാം? 9 എണ്ണം ഉപയോഗിക്കാം. റെപ്പിറ്റേഷൻ പറ്റാത്തതുകൊണ്ട് അടുത്ത പെട്ടിയിൽ ഒരെണ്ണം കുറഞ്ഞു. 8, 7, 6. ഓക്കെ, ഇനി ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 9 into 7 into 6 into 8. ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഏത് ആൻസർ കറക്റ്റായിട്ട് കിട്ടാം? സെയിം ആൻസർ നമുക്ക് കിട്ടും. 9 ആൾക്കാരുണ്ട്, 4 ആൾക്കാരെ സെലക്ട് ചെയ്യണം. ഇവിടെ ഓർഡർ ഇമ്പോർട്ടൻ്റ്. അപ്പം n അല്ല 9p4. 9p4 ഇതും സെയിം ആൻസർ തരിക. അപ്പോൾ ഞാൻ കാൽക്കുലേറ്റർ എടുത്ത് കാണിച്ചു തരാം. ആൻസർ നമുക്ക് വരിക ഇത് 3024. 3024. ഇതേ സെയിം സാധനം നമുക്ക് എന്ത് ചെയ്യാം? പെർമ്യൂട്ടേഷൻ ഫോർമുല വെച്ചിട്ട് ചെയ്യാം. പെർമ്യൂട്ടേഷൻ ഫോർമുല എന്ന് പറയുമ്പോൾ n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n മൈനസ് ആർ ദ ഹോൾ ഫാക്ടോറിയൽ. 9 മൈനസ് 4 എത്രയാണ്? 5 ഫാക്ടോറിയൽ. അപ്പോൾ എത്ര വരിക മക്കളെ? 9 ഫാക്ടോറിയൽ ബൈ 5 ഫാക്ടോറിയൽ. എല്ലാവർക്കും അറിഞ്ഞിരിക്കണം. ഇങ്ങനെയാണ് ചെയ്യുക മക്കളെ. 9 ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ ആദ്യത്തെ 9 നമ്പർ. അപ്പം അങ്ങനെ പറഞ്ഞാൽ 5 നമ്പർ ഉണ്ട് മൾട്ടിപ്ലിക്കേഷൻ. ഇൻറ്റു 6 ഇൻറ്റു 7 ഇൻറ്റു 8 ഇൻറ്റു 9. അപ്പോൾ ആദ്യത്തെ 9 നമ്പർ ആയാലോ. 5 വരെയുള്ള നമ്മൾ 5 ഫാക്ടോറിയൽ, ബാക്കി 6, 7, 8, 9 എഴുതി. താഴെയും 5 ഫാക്ടോറിയൽ. ഓക്കെ, അപ്പോൾ ഇത് കട്ട്. അപ്പോൾ നമുക്ക് എന്താ വരിക? സെയിം ആൻസർ അല്ലേ വരുന്നത്? 6, 7, 8, 9, 6, 7, 8, 9. അപ്പോൾ ആൻസർ എന്ത് വരും? സെയിം 3024. ഏത് മെത്തേഡ് വേണമെങ്കിലും ചെയ്യാം. എല്ലാവർക്കും 3024 കിട്ടും. റെപ്പിറ്റേഷൻ അലൗഡ് അല്ല. ഓക്കെ, ഇപ്പോൾ കുറച്ചുകൂടി ഈസി ആയി വരുന്നുണ്ടാവും. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. ഹൗ മെനി 3 ഡിജിറ്റ്സ് ക്യാൻ ബി ഫോംഡ് യൂസിങ് ഈ ആർ നമ്പേഴ്സ്? മക്കളെ വളരെ സിമ്പിൾ, ഒറ്റയടിക്ക് ചെയ്യാൻ പറ്റും. നിങ്ങളിതാ പെട്ടി വരയ്ക്കുക, 3 പെട്ടി വരയ്ക്കുക. നമ്മുടെ കയ്യിൽ എത്ര നമ്പർ ഉണ്ട്? 6 നമ്പർ. 6, 5, 4. ഇവിടെ ക്വസ്റ്റ്യനിൽ റെപ്പിറ്റേഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ബുദ്ധിപൂർവ്വം 2 ആൻസർ എഴുതും. ഫസ്റ്റ് ആൻസർ നോ റെപ്പിറ്റേഷൻ. ഓക്കെ, റെപ്പിറ്റേഷൻ ഇല്ലാത്തൊരു ഓപ്ഷൻ എഴുതും. എൻ്റെ ഹാൻഡ് റൈറ്റിങ്ങിന് സോറി. അപ്പോൾ എന്താണ് വരെ? 6 into 5 into 4. അപ്പോൾ ഇത്ര 120 വരും. ഓക്കെ, റെപ്പിറ്റേഷൻ ഇല്ലാണ്ട്. ആൻഡ് റിപ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ എഴുതും. റിപ്പീറ്റ് അലൗഡ്. റിപ്പീറ്റേഷൻ ഇസ് അലൗഡ്. ഓക്കെ, അപ്പോൾ എന്താണ് വരിക? 6 into 6 into 6 അല്ലേ? ഇവിടെ എനിക്ക് 6 വരാം, ഇവിടെ 6 വരാം, ഇവിടെ 6 വരാം. അപ്പോൾ 6 into 6 into 6 സിമ്പിൾ ആൻസർ വരാം 216. ഓക്കെ, ഇങ്ങനെയാണ്. നിങ്ങളോട് ആൻസർ ചോദിച്ചിട്ടില്ല, സ്പെസിഫൈ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ രണ്ടും കണ്ടുപിടിക്കുക. അതാണ് ഒരു ഇൻ്റലിജൻറ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതൊരു നല്ലൊരു ഓപ്ഷനാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എത്തി. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. സെയിം ക്വസ്റ്റ്യൻ കഴിഞ്ഞ ക്വസ്റ്റ്യൻ ഒരു മോഡിഫിക്കേഷൻ ആണ് നിങ്ങൾക്ക് ഒന്നും കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഹൗ മെനി 3 ഡിജിറ്റ് നമ്പേഴ്സാണ് നമുക്ക് വേണ്ടത്? റെപ്പിറ്റേഷൻ അലൗഡ് അല്ല. തന്നിരിക്കുന്ന ഡിജിറ്റ്സ് 0 മുതൽ 6 വരെ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഇവിടെ പെർമ്യൂട്ടേഷൻ ഫോർമുലേനെക്കാട്ടും ബെസ്റ്റ് എന്താ അറിയോ? നമ്മൾ ലോജിക് ഉപയോഗിക്കുക. ഓക്കെ, ഞാൻ പെട്ടി വരയ്ക്കുന്നത്. നമുക്ക് ഇതൊരെണ്ണം 3 ഡിജിറ്റ്സ് എൻ്റെ കയ്യിൽ. ഓക്കെ, 3 ഡിജിറ്റ്സ് ആണ് നമുക്ക് വേണ്ടത്. ഇനി നമ്മുടെ കയ്യിൽ നമ്പർ 0 മുതൽ 6 വരെ. അപ്പോൾ 0 മുതൽ 6 എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? 0, 1, 2, 3, 4, 5, 6. അപ്പോൾ എത്ര ഡിജിറ്റ്സ് ഉണ്ട്? 7 ആൾക്കാരുണ്ട് കയ്യിൽ. 6 അല്ല, 0 to 6 എന്ന് പറയുമ്പോൾ 7 ആൾക്കാരാണ് കേട്ടോ. ഇനി നമുക്ക് 3 ഡിജിറ്റ് നമ്പറാണ് വേണ്ടത്. ഞാൻ നിങ്ങളോട് ആദ്യം തന്നെ സിമ്പിളായിട്ട് ചോദിക്കട്ടെ. 123 എന്ന് പറഞ്ഞാൽ 3 ഡിജിറ്റ് നമ്പർ നിങ്ങൾ സമ്മതിക്കും. 346ഉം 3 ഡിജിറ്റ് നമ്പർ. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, 0, 1, 2 3 ഡിജിറ്റ് ആണോ? ആദ്യത്തെ നമ്പർ 0 വന്നാൽ നമ്മളത് ഡിജിറ്റായിട്ട് കൺസിഡർ ചെയ്യില്ല. ഇത് 2 ഡിജിറ്റ് നമ്പറാണ്. അപ്പോൾ 0 ആദ്യത്തെ നമ്പറിൽ വരാൻ പാടില്ല. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ 7 ഓപ്ഷൻ ഉണ്ട് കേട്ടോ. 0 to 6 എന്ന് പറയുമ്പോൾ ഇത് എത്ര ആൾക്കാരാണ്? 7 നമ്പേഴ്സ് ഉണ്ടെന്ന് ആലോചിക്കണം. ഓക്കെ, 7 നമ്പേഴ്സ് ഉണ്ട്. നമ്മുടെ ഈ പെട്ടികളിലേക്ക് വരാം. അപ്പം നിങ്ങൾ നോക്കുക, നമ്മുടെ കയ്യിൽ ഈ ഫസ്റ്റ് ബോക്സ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര ഓപ്ഷൻ ഉണ്ട്? ഇവിടെ ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ചാൽ ഞാൻ എഴുതി തരാം. നിങ്ങൾക്ക് 0 പറ്റൂല. 1, 2, 3, 4, 5, 6 ഇത്ര ആൾക്കാരെ പറ്റുള്ളൂ. 6 ആൾക്കാരെ പറ്റുള്ളൂ. അപ്പോൾ ഞാനിവിടെ ആരോട്ടൊരു 6 ഇടുന്നു. ഓക്കെ, ഇനി ലെറ്റ്സ് സേ ഞാൻ ഇവിടുന്ന് ഇതിൽ 5 എന്നുള്ള നമ്പർ എടുത്തു. ഓക്കെ, ഇനി അടുത്ത പെട്ടിയിൽ ഇവിടേക്ക് എനിക്ക് എത്രയാണ്? പൊതുവെ റെപ്പിറ്റേഷൻ പറ്റാത്തപ്പം 6 മാറിയിട്ട് ഇവിടെ 5 ആവും, 5 മാറിയിട്ട് 4 ആവും. ഓക്കെ,
ശരിയാണ്. അപ്പോൾ ഞാൻ 5 ഉപയോഗിച്ചു. അപ്പോൾ എനിക്ക് 1 2 3 4 5 പറ്റൂല കേട്ടോ, 6 ഉണ്ട്. പക്ഷെ ഒരു നമ്പറും കൂടെ എക്സ്ട്രാ വന്നു. ഇവിടെ ഉപയോഗിക്കാൻ പറ്റാത്ത ഒരാളുണ്ടായിരുന്നു 0. അത് ഇവിടെ ഉപയോഗിക്കാം. 0 നടുക്കിൽ വന്ന കുഴപ്പമൊന്നുമില്ല. അപ്പം അവിടെ എന്താണ് 0 കൂടി വന്നു. ഇപ്പം എത്ര ആൾക്കാരെ? 1 2 3 4 5 6. വീണ്ടും 6. അപ്പം എനിക്ക് ഇവിടെ എഴുതാൻ പറ്റും. ഇവിടെയും 6 ഓപ്ഷൻ. റെപ്പിറ്റേഷൻ ഇല്ലാട്ടോ, എന്നാലും പറ്റും 6. ഇനി ഇവിടെ എന്താ സംഭവിക്കുക? ഞാനിവിടെ ലെറ്റ്സ് ഞാൻ 1 എന്നുള്ള നമ്പർ ഉപയോഗിച്ചു. അപ്പോൾ 1 പറ്റൂല. ബാക്കി എന്തൊക്കെയാണ് വരുന്നത്? 2 3 4 6 0. അപ്പോൾ 4 നമ്പർ എൻ്റെ കയ്യിലുണ്ട്, 5 നമ്പർ എൻ്റെ കയ്യിൽ. അപ്പോൾ എനിക്ക് എന്താണ് ഇവിടെ ആൻസർ ചെയ്തത്? 5. അപ്പോൾ ആൻസറിൻ്റെ വരും 6 × 6 × 5 വിച്ച് ഈസ് എന്താണ് വരിക? നമുക്ക് ഇത് എത്ര വരിക? 6 × 5 30. 30 × 6 എത്ര വരെ നമുക്ക് വരിക? 180. ആൻസർ എന്താ വരിക? 180. 30 × 6 180. ഓക്കെ, കറക്റ്റാണ്. ഇതെല്ലാവരും കിട്ടിയാൽ സിമ്പിളായിട്ട് ആൻസർ കിട്ടി. അഗ്നി ബാച്ചിൽ ജോയിൻ ചെയ്യണമെങ്കിൽ താഴത്തെ നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യാം, വിളിക്കാം. നമ്മൾ ക്രിസ്മസ് എക്സാമിന് വേണ്ടി സ്പെഷ്യൽ ബാച്ച് റൺ ചെയ്യുന്നുണ്ട് മക്കളെ. അതിൽ റിവിഷൻ ബാച്ചും ഇൻക്ലൂഡഡ് ആണ്, ബുക്സും ഇൻക്ലൂഡഡ് ആണ്. ഇനി ഈ ടോപ്പിക് കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് തരാം. നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്ത് ആൻസർ ചെയ്യണം തീർച്ചയായിട്ടും. ആൻഡ് ഇങ്ങനത്തെ ഇനിയും വീഡിയോസ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. വേർഡ് അറേഞ്ച്മെൻറ്റ്സ്, കമ്മിറ്റി ഫോർമേഷൻ, കാർഡ് ക്വസ്റ്റ്യൻസ്, ബൈനോമിയൽ തിയറം, സീക്വൻസിങ് സീരീസ് ഏതിന് വേണമെന്ന് ചോദിച്ചോ, ഞാൻ തരുന്നതായിരിക്കും. സോ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എല്ലാവരും കമൻസിൽ അറിയിക്കും. ഓക്കെ, ബൈ ബൈ.